പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയും വെള്ളപൂശാനല്ല, ആരുടെ ഭാഗവും ന്യായീകരിക്കാനല്ല, ആരെയും കുറ്റം വിധിക്കാനല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പറയുന്ന അവരുടെ ബലിയർപ്പണം ഒരിക്കലും ഒരു പ്രതിഷേധ മാർഗമായിരുന്നില്ല. കത്തീഡ്രൽ ദേവാലയത്തെ അതിന്റെ ആൾക്കാരെ പരിപാവനമായിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മറുവിഭാഗം പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയല്ലായിരുന്നു, സാത്താൻ കുർബാനയെ അവർ തടയുകയാണ് ചെയ്തതെന്നാണ്. ഈ രണ്ടു കൂട്ടരും ഇപ്രകാരമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും നമ്മൾക്ക് വളരെ പച്ചയായി മനസ്സിലാക്കപ്പെട്ട സത്യം ഇതാണ്: പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റു വിശ്വാസികളുടെ ഇടയിൽ ശരിക്ക് നമ്മൾ അവഹേളിക്കപ്പെടുക തന്നെ ചെയ്തു. ക്രിസ്തു ഇത്രത്തോളം അവഹേളിക്കപ്പെടാൻ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സമൂഹ മധ്യത്തിൽ ഇത്രത്തോളം അവഹേളിക്കപ്പെടുന്ന ഈ സാഹചര്യങ്ങൾ പോലും ഒഴിവാക്കാമായിരുന്നു. 1999 ആർജവത്തോടെ എല്ലാ രൂപതകളും ഒരേ മനസ്സോടെ ഈ ഏകീകൃത കുർബാന അർപ്പണം രൂപതകളിൽ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നെങ്കിൽ. നമസ്കാരം. എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ കുർബാനയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന വിശ്വാസികളുടെ മനസ്സിൽ തീയായി, ഇപ്പോഴും ഒരു വിങ്ങലായി അവശേഷിക്കുന്ന, ആശങ്കയുണർത്തുന്ന സംഭവ വികാസങ്ങളാണ് 2022 ഡിസംബർ 23, 24 തീയതികളിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ അരങ്ങേറിയത്. ഒരു മാസത്തിനിപ്പുറം 2022 നവംബർ 27 തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ വേണ്ടി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് വരുന്നു. തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അരങ്ങേറുന്നു. അതിനെ തുടർന്ന് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പൂട്ടിയിടേണ്ട സാഹചര്യമുണ്ടാകുന്നു. പിന്നീട് 2022 ഡിസംബർ 20 തീയതി എറണാകുളം അങ്കമാലി അതിരൂപത സെന്റ് മേരീസ് ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായി ഫാദർ ആന്റണി പൂതവേലി നിയമിതനാകുന്നു. അദ്ദേഹം ആ ബസിലിക്കയിലേക്ക് വന്നതോടെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ അവിടെ നടക്കുന്നു. പിന്നീട് ഡിസംബർ 20 മുതൽ 21, 22 തീയതികളിൽ തുടർച്ചയായി വിവിധ തിരുക്രമങ്ങൾ ബസിലിക്കയിൽ അരങ്ങേറുന്നു. കരുണക്കൊന്ത, കുരിശിന്റെ വഴി, ആരാധന പോലുള്ള തിരുക്രമങ്ങൾ. പിന്നീടാണ് ഏതൊരു വിശ്വാസിയുടെയും കണ്ണിൽ കണ്ണീര് വീഴിക്കുന്ന, ആശങ്ക ജനിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നത് ഡിസംബർ 23, 24 തീയതികളിൽ. ഡിസംബർ 23 തീയതി വൈകിട്ട് ഏകദേശം 5 മണിയോടെ ആരംഭിച്ച വിശുദ്ധ കുർബാന 16 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റിലേ കുർബാനകളായി മാറുന്നു. ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരും ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും തമ്മിൽ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുമ്പോൾ തന്നെ അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരം ചീത്ത വിളിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ചില വിശ്വാസികൾ അൾത്താരയിൽ കയറി അവിടെയുള്ള വസ്തുക്കൾ എടുത്തു മാറ്റുന്നു. ഏറ്റവും ഒടുവിൽ ഡിസംബർ 24 തീയതി രാവിലെ ഒരു കൂട്ടം വിശ്വാസികൾ അൾത്താരയിലേക്ക് വന്ന് ബലിപീഠം തള്ളിമാറ്റുന്നു, ബസിലിക്ക പൂട്ടിയിടുന്നു. റിലേ കുർബാന, ഈ അൾത്താരയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഇപ്പോഴും ഓരോ വിശ്വാസിയുടെയും നെഞ്ചിൽ അതൊരു വിങ്ങലാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്നത്? ഈ അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദികൾ ആരാണ്? അതാണ് എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ശ്രീ ജോജി, ശ്രീ അരുൺ. ശ്രീ ജോജി, ശ്രീ അരുൺ, ആദ്യമേ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ദിവസങ്ങളിൽ അരങ്ങേറിയ, പ്രത്യേകിച്ച് ഡിസംബർ 23, 24 തീയതികൾ, ഒപ്പം തന്നെ നവംബർ 27 തീയതി 2022 വർഷം അരങ്ങേറിയ ആ അനിഷ്ട സംഭവങ്ങളുടെ ചില വീഡിയോ ദൃശ്യങ്ങളുടെ ഒരു പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കാം, അല്ലെ? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം.
ശരിക്കും ശ്രീ ജോജി അരുൺ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലൊരു തേങ്ങലാണ്. വൈദികരുടെ ഭാഗത്ത് നിന്ന് ഒരു കുർബാന ഒരു പ്രതിഷേധ മാർഗമായിട്ട് അവർ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 16 മണിക്കൂറോളം തുടർച്ചയായ വിശുദ്ധ കുർബാന അർപ്പണം. ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ പള്ളിയിൽ ഉള്ളിൽ തന്നെ വളരെയധികം ചീത്തവിളികളും പരസ്പരം പോർവിളികളും, ഇടയ്ക്കൊക്കെ ചില സ്ത്രീകൾ അൾത്താരയിൽ കയറി വസ്തുക്കൾ എടുത്തു മാറ്റുന്നു. പിന്നീട് പിറ്റേ ദിവസം വിശ്വാസികൾ ബലിപീഠം തള്ളി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം. വൈദികരുടെ ഭാഗത്തുനിന്ന് കുർബാന ഒരു പ്രതിഷേധ ഒരു മാർഗമായി അവർ സ്വീകരിക്കുന്നു. മറുസൈഡിൽ വിശ്വാസികൾ ബലിപീഠം തള്ളി മാറ്റുന്ന സ്ഥിതിവിശേഷം. ശരിക്കും ക്രിസ്തു പരസ്യമായി അവഹേളിക്കപ്പെടുന്ന, സഭ പരസ്യമായി അവഹേളിക്കപ്പെടുന്ന ഒരു ദാരുണ സ്ഥിതിവിശേഷങ്ങളല്ലേ ആ ദിവസങ്ങളിൽ അരങ്ങേറിയത്? ശ്രീ ജോർജി, നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ കുർബാന. അല്ലെങ്കിൽ സഭ നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ കുർബാന എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ, ആ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭവും അതുപോലെ പരമാന്ത്യവുമാണ്. അപ്പോൾ ഇത്ര പ്രധാനപ്പെട്ട, അല്ല ഇത്ര പൂജ്യമായി പരിശുദ്ധമായി കഴിയേണ്ട വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടോ, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് തന്നെ. എന്താണ് അതിനുണ്ടായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദികൾ, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു അവസ്ഥ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? ഇതാണ് നമ്മുടെ ചർച്ച. വളരെ കറക്റ്റാണ് അരുൺ. എനിക്ക് തോന്നുന്നു ഇപ്പം പ്രേക്ഷകർ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഒരു 2 വാക്ക്, പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയും വെള്ളപൂശാനല്ല, ആരുടെ ഭാഗവും ന്യായീകരിക്കാനല്ല, ആരെയും കുറ്റം വിധിക്കാനല്ല, അല്ലെ? എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഈ പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്ന ഈ ഒരു ദാരുണ സംഭവം ഒരിക്കലും ഇനി സഭയിൽ ആവർത്തിക്കപ്പെടരുത്. അതിനുള്ള മുൻകരുതൽ തീർച്ചയായും സ്വീകരിക്കണം. ആ അനിഷ്ട സംഭവങ്ങളിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജോർജ് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ആരെയും ന്യായീകരിക്കാനല്ല ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഒരുപാട് ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പറയുന്ന, അവർ ഒരിക്കലും ബലിപീഠത്തെ ഒരു പ്രതിഷേധ മാർഗമായിട്ടില്ല കണ്ടിരിക്കുന്നത്. അവരുടെ ബലിയർപ്പണം ഒരിക്കലും ഒരു പ്രതിഷേധ മാർഗമായിരുന്നില്ല. പ്രത്യേകിച്ച് അവരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്തത്. അതിൻ്റെ ആൾത്താരെ പരിപാവനമായിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മറുവിഭാഗം പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയല്ലായിരുന്നു. ഞങ്ങൾ ചെയ്തത് പരിശുദ്ധ കുർബാനയെ, അഥവാ സാത്താൻ, അതിനു പകരം അവർ ഉപയോഗിക്കുന്ന വാക്ക് സാത്താൻ കുർബാന എന്നാണ്. സാത്താൻ കുർബാനയെ അവർ തടയുകയാണ് ചെയ്തതെന്നാണ്. അതായത് പരിശുദ്ധ കുർബാനയുടെ ഒരു അവഹേളനം തടയുകയാണ് ചെയ്തതെന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ഒരു വാദഗതി. അല്ല, ഈ 2 കൂട്ടരും ഇപ്രകാരമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും നമ്മൾക്ക് വളരെ പച്ചയായി മനസ്സിലാക്കപ്പെട്ട സത്യം ഇതാണ്: പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റു വിശ്വാസികളുടെ ഇടയിൽ ശരിക്ക് നമ്മൾ അവഹേളിക്കപ്പെടുക തന്നെ ചെയ്തു. സഭ അവഹേളിക്കപ്പെട്ടു, സഭ ജനത്തിനു മുമ്പിൽ അവഹേളിക്കപ്പെട്ടു, പൊതുസമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവ് അവഹേളിക്കപ്പെട്ടുവോ എന്നാണ്. അതവിടെ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര വൈകാരികമായി ഇരു വിഭാഗവും ഈ ഒരു വിഷയത്തെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്? അതിലേക്കൊന്ന് പോകണമെങ്കിൽ ഈ ഏകീകൃത കുർബാന അർപ്പണമാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റു ചില വിവാദങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നുണ്ട്. ഭൂമി വിവാദം പോലുള്ള, അതിലേക്ക് നമുക്ക് കിടക്കാം, അത് മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി എന്തുകൊണ്ട് ഇത്ര വൈകാരികമായിട്ട് ഇരു വിഭാഗവും സമീപിക്കുന്നു? അതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്താണെന്ന് വളരെ ഒരു പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം സീറോ മലബാർ സഭ അതൊരു ഓറിയന്റൽ ചർച്ചാണ്. എന്നാൽ ഇതിന്റെ ഓരോ രൂപതകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് വ്യത്യസ്തങ്ങളായ രീതികളിലാണ്. അപ്പോൾ 1999 കൂടിയ സിനഡിൽ ഇപ്രകാരം ഒരു തീരുമാനമുണ്ടാകുകയാണ്: എല്ലാ രൂപതകളിലും ഏകീകൃതം അല്ലെങ്കിൽ യൂണിഫോം മോഡ് ഓഫ് ദ സെലിബ്രേഷൻ ഓഫ് ദ മാസ് എന്നൊരു തീരുമാനം ഉണ്ടാകുകയാണ്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് പുറകോട്ട്, അതിന്റെ കൂടുതൽ ഒരു ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സീറോ മലബാർ സഭയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾ, സമാനമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധി 1934 സീറോ മലബാർ സഭയിൽ ഉടലെടുത്തിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എറണാകുളം മെത്രാപ്പൊലിത്തയായിരുന്ന ഭാഗ്യ സ്മരണാർഹനായ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് മാർപ്പാപ്പയ്ക്ക് എഴുതിയ ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, തിരുസിംഹാസനം എടുക്കുന്ന ഏതൊരു തീരുമാനവും ഞങ്ങൾക്ക് സ്വീകാര്യമാണ്,
അതായത് മാർപ്പാപ്പയുടെ പൂർണ്ണമായിട്ടുള്ളൊരു വിധേയത്വം, മാർപ്പാപ്പ പറയുന്ന ഏത് കാര്യമാണെങ്കിലും അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നൊരു കാര്യം. പിന്നീട് 1959 ഈ ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ ഒരു ഗൗരവമായ ഒരു ദിശയിലേക്ക് കടക്കുന്നു. 1962 പുനരുദ്ധരിക്കപ്പെട്ട ഒരു കുർബാനക്രമം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. 1968 തക്സ പ്രസിദ്ധീകരിക്കുന്നു. നമ്മൾ ഈ 68 കാര്യം പറയുമ്പോൾ നമുക്ക് ഈ രണ്ടാം വത്തിക്കാൻ സുനഹദോസിനെ പരാമർശിക്കാതെ തുടർന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഈ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് കുറെ കൂടി ഈ വിരുന്നിന് പ്രാമുഖ്യം നൽകിയിട്ടുള്ള ഒരു ആരാധന ക്രമമാണ് കൂടുതൽ അതിലേക്കാണ് കൂടുതൽ ഒരു പ്രൊജക്ഷൻ കൊടുത്തത്. പക്ഷേ പൗരസ്ത്യ സഭകൾ നമുക്കറിയാം ഒരു ബലിക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് ഈ ജനാഭിമുഖം എന്ന ഒരു ആശയത്തിന് കൂടുതൽ ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ ഒരു പ്രസക്തി കൈവന്നത്. അതിനുശേഷം സീറോ മലബാർ സഭയിൽ 2 വ്യത്യസ്ത ആശയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുകയാണ്. ഒന്ന് ഈ പൗരസ്ത്യ പാരമ്പര്യം പൂർണ്ണമായും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ്. 2 ഈ വത്തിക്കാൻ സുനഹദോസിന്റെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ ചില അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചില ചൈതന്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വചനഭാഗം, വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗം ജനാഭിമുഖമായി ചൊല്ലുന്ന ഒരു രീതി മുറുകെ പിടിക്കുന്ന 2 വ്യത്യസ്ത ആശയ ഗ്രൂപ്പുകൾ. പക്ഷേ ഈ സീറോ മലബാർ സഭയുടെ ആരാധന ക്രമ നവീകരണ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ കുർബാന തക്സയിൽ, ഈ കാർമികൻ യൂസ് ചെയ്യുന്ന കുർബാന തക്സയുടെ ഒരു ഘട്ടത്തിലും, നമ്മൾ വർഷങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും പൂർണ്ണമായ ഒരു ജനാഭിമുഖം എന്നൊരു ക്ലോസ് ഒരിക്കലും ഒരു ഘട്ടത്തിലും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നാം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 1968 ഒരു തക്സയ്ക്ക് അംഗീകാരം ലഭിച്ചപ്പോൾ അതിൽ ആ തക്സയുടെ ആമുഖ ഭാഗത്ത് അതിന് അംഗീകാരം നൽകിയ അല്ലെങ്കിൽ അന്നത്തെ പിതാക്കന്മാരുടെ പേരുകളുണ്ട്. അതിൽ ഒരു പ്രമുഖമായൊരു പേരാണ് ജോസഫ് പാറക്കാട്ടിൽ പിതാവിൻ്റെത്. പിതാവ് പോലും അംഗീകരിച്ച അല്ലെങ്കിൽ പിതാവിന്റെ ഒരു കയ്യൊപ്പോടു കൂടി ഫോം ചെയ്ത ഒരു തക്സയിൽ പോലും ഈ വചനഭാഗം ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്നൊരു ഓപ്ഷൻ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ലിറ്റർജി ഓഫ് വേർഡ്. ലിറ്റർജി ഓഫ് വേർഡ് ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്നൊരു ഓപ്ഷൻ മാത്രം, അതൊരു നിർബന്ധമല്ല. പിന്നീട് നമുക്കറിയാം അതിൻ്റെ ഒരു ഹ്രസ്വമായൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ 1980 ഈ പൗരസ്ത്യ തിരുസംഘം കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് നവീകരിച്ച ഒരു തക്സ പ്രസിദ്ധീകരിക്കണം. 1986 ഈ നവീകരിച്ച റാസാക്രമം നിലവിൽ വരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കേരളത്തിൽ വന്ന് കുർബാന ചൊല്ലിയപ്പോൾ പൂർണ്ണമായും അൾത്താരാഭിമുഖ കുർബാനയാണ് ചൊല്ലിയത്. പിന്നീട് 1989 സാധാരണ കുർബാനക്രമത്തിനും ആഘോഷപരമായ കുർബാനക്രമത്തിനും അംഗീകാരം ലഭിക്കുന്നു. പക്ഷേ ഈ ഏകീകൃത ഒരു അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. ഈ തക്സ നവീകരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഏകീകൃത ഒരു അർപ്പണ രീതിയിലേക്ക് അതിൽ ഒരു സമവായത്തിലെത്താൻ, ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താൻ സീറോ മലബാർ സഭയിൽ സാധിക്കും. അതായത് ആ കാലത്തും സീറോ മലബാർ സഭയിൽ അർപ്പിക്കപ്പെട്ടിരുന്നത് പല രൂപതകളിലും പല രീതിയിലായിരുന്നു. അതായത് ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്ന, പൂർണ്ണമായിട്ടും ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്ന രൂപതകളുണ്ട്, പൂർണ്ണമായിട്ടും അൾത്താരാഭിമുഖ കുർബാന അർപ്പിച്ച രൂപതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തർക്കങ്ങൾ, ഈ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ സീറോ മലബാർ സഭയിൽ കൂടുതൽ ഒരു ശക്തി പ്രാപിക്കുന്നു. ഒരു ഏകീകൃത അർപ്പണ രീതിയിലേക്ക് കുർബാന അർപ്പണം എത്തിക്കുവാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. കാരണം പല രൂപതകളിൽ പറഞ്ഞതുപോലെ ചിലയിടത്ത് പൂർണ്ണമായ അൾത്താരാഭിമുഖം, ചിലയിടത്ത് പൂർണ്ണമായ ജനാഭിമുഖം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീടാണ് ഈ 1998 സീറോ മലബാർ സഭയിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത വിശ്വാസി സമൂഹം കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഒരു ഏകീകൃത ഒരു അർപ്പണ രീതിയിലേക്ക് നമ്മുടെ കുർബാനക്രമം കൊണ്ടുവരണം, അല്ലെങ്കിൽ എല്ലാ രൂപതകളിലും ഏകീകൃതമായ ആ കുർബാനയുടെ ബേസിക് ഫോമിൽ ഒരു ഏകീകരണം കൊണ്ടുവരണമെന്നൊരു കാര്യം ശക്തമായി തന്നെ വിശ്വാസി സമൂഹം ആവശ്യപ്പെടുന്നു. അതായത് അടിസ്ഥാന രൂപത്തിൽ ഏകീകരണം വരണം, മറ്റു കാര്യങ്ങളിൽ കുഴപ്പമില്ല. അത് തന്നെ മറ്റു കുർബാനയുടെ ഒരു അടിസ്ഥാന രൂപമുണ്ട്, അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഏകീകരണം കൊണ്ടുവരണം. മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ രൂപതാധ്യക്ഷന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്, കാർമികിന് സ്വന്തമായിട്ടൊരു ഡിസ്പെൻസേഷൻ എടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നുമല്ല. പക്ഷെ കുർബാനയുടെ ഒരു ഏകീകൃത ഒരു അടിസ്ഥാന രൂപത്തിൽ കൃത്യമായി തന്നെ ഒരു ഏകീകരണം വേണം എന്നൊരു കാര്യത്തിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് സീറോ മലബാർ സഭ നേതൃത്വം എത്തുകയാണ്. അതിനെ തുടർന്ന് നാം ഈ 1999 നവംബർ മാസത്തിൽ സീറോ മലബാർ സഭയുടെ ഒരു സിനഡ് സമ്മേളിക്കുന്നു. അവർ ഒരു ഏകകണ്ഠമായി ഒന്നിച്ച് ഒരു ഐക്യത്തോടു കൂടി തന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. സീറോ മലബാർ സഭയിൽ
ഒരു ഏകീകൃത അർപ്പണ രീതി. അതായത് ഏകീകൃത അർപ്പണ രീതി എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ കാണുന്ന ഒരു 50-50 ആ ഒരു ഫോർമുല പ്രകാരം അർപ്പിക്കുന്ന കുർബാന അർപ്പണം. ഈ 999 സിനഡിൽ ഒരു രൂപതയും ഡിസ്പെൻസേഷൻ ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല അല്ലേ? അതായത് 999 സിനഡ് നവംബർ മാസത്തിൽ സിനഡ് കൂടുന്നു. തുടർന്ന് ഡിസംബർ മാസത്തിൽ ആ സിനഡിന്റെ തീരുമാനങ്ങൾക്ക് പൗരസ്ത്യ സഭ അംഗീകാരം നൽകുന്നു. തുടർന്ന് ഡിസംബർ മാസം 15-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ഒന്നുചേർന്ന് ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയാണ്. അതിന്റെ ഒരു സാരാംശം ഇങ്ങനെയാണ്. നമുക്കറിയാം, കുർബാന അർപ്പണ രീതി ഈ വിശ്വാസ പ്രമാണം അനാഫറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായി, അതിനുശേഷം ഉള്ള ഭാഗം അൾത്താരാഭിമുഖമായി, സമാപന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലണം എന്നൊരു കാര്യമാണ് ഈ ഏകീകൃത അർപ്പണ രീതി. അവർ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നു. അതായത് 2000 നമുക്കറിയാം മഹാജൂബിലി വർഷമാണ്. 2000 ജൂലൈ 3-ാം തീയതി ഈ ഒരു കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും നടപ്പിലാക്കണം എന്നൊരു കാര്യത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും ജനാഭിമുഖ കുർബാന പിന്തുടരുന്ന രൂപതകളിലെ പല വൈദികർക്കും ഈ ഒരു പുതിയൊരു ക്രമം സ്വീകരിക്കുവാൻ മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പുതിയ ക്രമത്തോട് ദൈവശാസ്ത്രപരമായ പല വിയോജിപ്പുകളും ഇവർക്കുണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു അർപ്പണ രീതി നടപ്പാക്കുന്ന ജൂലൈ 3-ാം തീയതി ആ ഒരു തീയതിക്ക് ദിവസങ്ങൾക്ക് ഇപ്പുറം അവർ, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ, അവർ തൂങ്കുഴി പിതാവിനെ അറിയിക്കുന്നു, അവരുടെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നു, വിയോജിപ്പ് അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബിഷപ്പുമാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ, കാരണം വൈദികരുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം കൃത്യമായി തന്നെ വരുന്നുണ്ട്. അക്കാലത്ത് വളരെ ശക്തമായ സമ്മർദ്ദമാണ് തൂങ്കുഴി പിതാവിന് നേരിടേണ്ടി വന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതെ. അതിനെ തുടർന്ന് വൈദികരുടെ ഒരു റിക്വസ്റ്റ് പരിഗണിച്ച് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഈ 2000 ജൂലൈ 3-ന് തൊട്ടു മുമ്പ് ഒരു ഡിസ്പെൻസേഷൻ കൊടുക്കുകയാണ്. അതിന് ഡിസ്പെൻസേഷൻ കൊടുത്തു എന്ന് നാം പറയുമ്പോൾ ആ ഡിസ്പെൻസേഷൻ സർക്കുലറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രൂപതയിലെ ഒരു സാഹചര്യം പരിഗണിച്ച് താൽക്കാലികമായി ഒരു ഡിസ്പെൻസേഷൻ അനുവദിക്കുകയാണ്. താൽക്കാലികമായി ഒരു ഡിസ്പെൻസേഷൻ. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തൃശ്ശൂർ അതിരൂപതയിൽ ആ ഒരു ഡിസ്പെൻസേഷൻ അനുവദിച്ചു. തുടർന്ന് എറണാകുളത്ത് അത് നടപ്പാകുന്നു, പാലക്കാട് രൂപതകളിൽ നടപ്പാകുന്നു, മറ്റു ചില രൂപതകളിലും ഇത്തരത്തിലൊരു ഡിസ്പെൻസേഷൻ നടപ്പാകുന്നു, ചങ്ങനാശ്ശേരിയിൽ. അത് തുടർന്ന് അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം സീറോ മലബാർ സഭയിൽ ഉടലെടുക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സീറോ മലബാർ സിനഡ് അല്ലെങ്കിൽ ലിറ്റർജിപരമായ മറ്റു വിശ്വാസസംബന്ധമായ കാര്യങ്ങളിൽ പരമോന്നതമായ തീരുമാനം എടുക്കാനുള്ള അധികാരമുള്ള പരമോന്നത ബോഡി അവർ കൂട്ടായി, അല്ലെങ്കിൽ ആ മെത്രാൻ സമിതി കൂട്ടായി എടുത്ത തീരുമാനം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടായ പരാജയം, അത് എന്താ പറയാ, അത് ശരിക്കും ഒരു വലിയ പരാജയം തന്നെയാണ്. ഒരുപക്ഷെ ഈ ക്രിസ്തു ഇത്രത്തോളം അവഹേളിക്കപ്പെടാൻ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സമൂഹ മധ്യത്തിൽ ഇത്രത്തോളം അവഹേളിക്കപ്പെടുന്ന ഈ സാഹചര്യങ്ങൾ പോലും ഒഴിവാക്കാമായിരുന്നു. 1999 ആർജവത്തോടെ എല്ലാ രൂപതകളും ഒരേ മനസ്സോടെ, ഏക മനസ്സോടെ, ഒറ്റക്കെട്ടായി ഈ ഏകീകൃത കുർബാനയർപ്പണം രൂപതകളിൽ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നെങ്കിൽ, അല്ലെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെത്രാന്മാര് തന്നെയാണ്. ഈ മെത്രാന്മാര് തന്നെയാണ് ഇത് നടപ്പാക്കേണ്ടത്. ആരാണോ തീരുമാനം എടുത്ത് വന്നത് അവർ തന്നെയാണ് അവരുടെ രൂപതകളിൽ ഇത് നടപ്പാക്കേണ്ടത്. പക്ഷെ അവർക്ക് പല കാരണങ്ങളാൽ അവർക്കത് നടപ്പാക്കാൻ സാധിക്കാതെ വന്നു. ഇത് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം നമ്മൾ ഈ ഒരു വിശ്വാസ സംബന്ധമായ അല്ലെങ്കിൽ ആരാധന സംബന്ധമായ നമ്മൾ ഈ ഒരു മാറ്ററിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൽ ശരിക്ക് അൽമായരുടെ പങ്ക് അത് വളരെ വളരെ ചെറുതാണ്. ശരിക്കും ഇതിനകത്ത് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം അത് പിതാക്കന്മാരിലും വൈദികരിലും. ഈ പല ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതാത് രൂപതകളിലെ വൈദിക ഗണത്തിന്റെ ഒരു ശക്തമായ ഒരു സമ്മർദ്ദം. നമുക്ക് പല രൂപതകളിൽ നിന്നും ആ ഒരു കാലഘട്ടം നമുക്ക് അറിയാൻ സാധിച്ചത്, ഇപ്പൊ 2000 ജൂലൈ 3-ാം തീയതി ആ ഒരു ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ തീരുമാനമെടുക്കുന്നു. അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പല വൈദികരും വളരെയധികം കൂട്ടമായി ചെന്ന് ഈ ഡിസ്പെൻസേഷൻ നൽകിയ രൂപതകൾ ബിഷപ്പുമാരുടെ മേൽ ശക്തമായിട്ടുള്ളൊരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രൂപതാധ്യക്ഷന്മാരെ ഒരു പരിധിവരെ നമുക്ക് അവരുടെ ഭാഗത്ത് ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആർജവത്തോടെ നടപ്പാക്കാമായിരുന്നു. പക്ഷേ ഈ സമ്മർദ്ദം പലർക്കും താങ്ങാൻ സാധിക്കില്ല. കാരണം സഹവൈദികരാണ്. ഒരു രൂപതാധ്യക്ഷന് മാത്രമായിട്ട് രൂപതയിൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വൈദികരുടെ ഒരു സപ്പോർട്ടും സഹകരണവും വേണം. അവർ കൂട്ടമായി വന്ന് ഒരു കാര്യം ശക്തമായ സമ്മർദ്ദത്തോടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്പെൻസേഷൻ നൽകാതിരിക്കാൻ നിർവാഹമില്ല. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തെ വേണമെങ്കിൽ ഒരു ബിഷപ്പിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ, അവരുടെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ കാണുന്ന ഒരു ചിത്രം, പല രൂപതകൾ ആവശ്യപ്പെട്ട ഈ ഒരു ഡിസ്പെൻസേഷൻ, അങ്ങനെ ഉണ്ടായ ആ ഒരു ഡിലേ അതിങ്ങനെ വർഷങ്ങളോളം തുടർന്നു പോവുകയാണ്.
ഒത്തിരി വർഷങ്ങൾ തുടർന്നു പോവുകയാണ്. പക്ഷെ അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ സിനഡിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ യൂണിഫോമിറ്റി വേണം. പ്രത്യേകിച്ച് 2009 സിനഡ് ഒരിക്കൽ കൂടി എല്ലാ രൂപതകളോടും ആവശ്യപ്പെടുന്നുണ്ട്. അരുൺ പറഞ്ഞതുപോലെ ഈ സിനഡ് എന്ന് പറയുന്നത് മെത്രാന്മാരെ തന്നെയാണ്. ആ കൂട്ടായ്മ തന്നെ മെത്രാന്മാരോട് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷനെ കുറിച്ച് ഒരിക്കൽ കൂടി അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. പിന്നീട് 2013 ഈ ലിറ്റർജി നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. വിവിധ ബിഷപ്പുമാരും ഒപ്പം ദൈവശാസ്ത്രജ്ഞരുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ നടക്കുന്നു. 2020 കൂടി അതിന്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് വരുന്നു. ഈ 2020 ജനുവരി മാസം ഈ ഏകീകൃത കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന സിനഡ് വളരെയധികം ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനഡാണ്. പ്രത്യേകിച്ച് 28ാമത്തെ ഒരു സിനഡായിരുന്നു. അന്നാണ് ഈ പരിശുദ്ധ കുർബാനയുടെ ഒരു നവീകരിച്ച ഒരു ഫോമിനെ സിനഡ് അംഗീകാരം നൽകി പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തിനായി അയക്കണമെന്നൊരു കാര്യം നിർദ്ദേശിക്കുന്നത്. പിന്നീട് ചില കാര്യങ്ങൾ കൂടി അതിൽ നടക്കുന്നു. അതെ, പിന്നീട് അവർ പരിശുദ്ധ സിംഹാസനത്തിന് മാത്രമല്ല, ഒപ്പം തന്നെ ഓറിയന്റൽ കോൺഗ്രിഗേഷനും അവർ ഇപ്രകാരമുള്ള ആ ഒരു തീരുമാനം അവരങ്ങനെ പിതാക്കന്മാർ അയക്കുകയും അവിടുന്ന് അവർക്ക് വളരെ അനുകൂലമായ ഒരു തീരുമാനം ലഭിക്കും. അതെ, അതായത് സിനഡ് ഓൾറെഡി അംഗീകരിച്ച് പരിശുദ്ധ സിംഹാസനത്തിന് അയക്കാൻ പറയുന്നു. പിന്നീട് മെത്രാന്മാരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് നേതൃത്വത്തിൽ ഇത് ഫൈനലായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുർബാന ഏകീകരണം അല്ല, ഈ ലിറ്റർജി നവീകരണവുമായി ബന്ധപ്പെട്ട ആ ഒരു ടെക്സ്റ്റ് ഒരു തക്സ ഫൈനൽ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു 2020 ജൂലൈ 10-ാം തീയതി ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു നവീകരിച്ച ടെക്സ്റ്റ് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ അംഗീകാരത്തിനായിട്ട് അയക്കുന്നു. പിന്നീട് അറിയാം, നമുക്ക് കോവിഡ് കാലഘട്ടമാണ്. പിന്നീട് 2021 ജൂൺ മാസം 9-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു അംഗീകാരം അറിയിച്ചുകൊണ്ടുള്ള ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ ഒരു സർക്കുലർ സിനഡിന് അല്ലെങ്കിൽ സിറോ മലബാർ സഭയ്ക്ക് ലഭിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നീണ്ട ഒരു വർഷം മിച്ചം ഇതിനെക്കുറിച്ച് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ വിശദമായി പഠിച്ചു. അതിനുശേഷം അവർ ഒരു കൺസെന്റ് കൊടുക്കുകയാണ്. അതെ, ഈ കൺസെന്റ് നൽകുക മാത്രമല്ല, ഈ യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ സിറോ മലബാർ സഭയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊരു കാര്യം സർക്കുലറിൽ കൃത്യമായി തന്നെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പറയും. നമ്മൾ ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. സിറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയാണ്, ഒരു സ്വതന്ത്ര സഭയാണ്. ആ ഒരു സഭയിലെ ഈ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നത് ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷനെ പലപ്പോഴും കോട്ട് ചെയ്യുന്നത്. ജോർജ് പറഞ്ഞ വളരെ ശരിയാണ്. തീരുമാനം അവിടുത്തെ മെത്രാൻ സെന്ററിന് എടുക്കാമെങ്കിലും അതിന് അംഗീകാരം കൊടുക്കേണ്ടത് എപ്പോഴും ഓറിയന്റൽ കോൺഗ്രിഗേഷൻ. ഫൈനൽ ഒരു അംഗീകാരം കൊടുക്കുന്നത് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ. ആ അംഗീകാരം ലഭിച്ചു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട്. 2021 ജൂലൈ മാസം 3-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് മൊത്തമായി വിശ്വാസി സമൂഹത്തിന് ആകമാനമായി ഒരു കത്ത് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റ് അംഗീകരിച്ച കാര്യവും ഒപ്പം തന്നെ ഈ യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ, അതായത് പാപ്പ യൂസ് ചെയ്തൊരു വാക്കാണ് പ്രോംപ്റ്റ് ഇംപ്ലിമെന്റേഷൻ. ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രോംപ്റ്റ് ഇംപ്ലിമെന്റേഷൻ എന്നൊരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ലെറ്ററിന്റെ അല്ലെങ്കിൽ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ നിന്നും ഫ്രാൻസിസ് പാപ്പയിൽ നിന്നും വന്ന 2 ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് 2021 ഓഗസ്റ്റ് 27-ാം തീയതി സീറോ മലബാർ സിനഡ് ഒരു തീരുമാനമെടുക്കുന്നു. ഈ യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ 2021 നവംബർ 28 മുതൽ സീറോ മലബാർ സഭയിൽ നടപ്പാക്കുക. അതൊരു വളരെ ഏകദേശം ഒരു 3 മാസത്തെ ഒരു സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ 3 മാസം സമയം ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട്. ഈ 3 മാസത്തെ സമയം ശരിക്കും മെത്രാന്മാർക്കും വൈദികർക്കും എല്ലാം അവരുടെ രൂപതകളിലെ കുറിച്ച് പഠിപ്പിച്ച് ജനത്തെ എല്ലാം ഏകീകൃത കുർബാനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ചില രൂപതകൾ ഓൾറെഡി ഏകീകൃത കുർബാനയുടെ അതേ മോഡ് തന്നെയാണ് ഉപയോഗിച്ചത്. പാലാ പോലുള്ള ഓൾറെഡി 50-50 ആ ഒരു ഫോർമുല തന്നെയാണ്. അതെ. മറ്റു ചില രൂപതകളാണ് ഇതിലേക്ക് വരേണ്ടിയിരുന്നത്, ചങ്ങനാശ്ശേരി അടക്കമുള്ള രൂപതകൾ. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട തികച്ചും ഒരു ദൗർഭാഗ്യകരമായ കാര്യം ഇതാണ്. ഈ ഒരു തീരുമാനം അവർക്ക് ലഭ്യമായിട്ട് പോലും അത് നടപ്പിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ എല്ലാ രൂപതകളും സാധിച്ചില്ല. ചില കാര്യങ്ങൾ അന്ന് നടക്കുന്നുണ്ട്. 2021 നവംബർ മാസം സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു മാസമാണ്. അതായത് 2021 നവംബർ 28-ാം തീയതിയാണ് ഈ ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഡേറ്റിന് മുമ്പ് ഈ നവംബർ 25 ആ ഒരു തീയതികളിൽ, അതിന് കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിലും, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിലും മോൺസിനോർ ആന്റണി നരികുളവും, അതായത് സെന്റ് മേരീസ് ബെസിലിക്കയുടെ റെക്ടറായ മോൺസിനോർ ആന്റണി നരികുളവും വത്തിക്കാനിലേക്ക് പോവുകയാണ്. അവിടെ വത്തിക്കാനിൽ വെച്ച് അവർ മാർപ്പാപ്പയുമായിട്ടുള്ളൊരു ഓഡിയൻസിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റിന് സഹായം ചെയ്തു കൊടുക്കുന്നത് ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ മാത്യു വട്ടമറ്റമാണ്. കാരണം ഫാദർ മാത്യു വട്ടമറ്റം ഈ കരിയിൽ പിതാവിന്റെ ശിഷ്യനാണ്. തൻ്റെ ഗുരുഭൂതനായ കരിയിൽ പിതാവിനോടുള്ളൊരു സ്നേഹത്തെ പ്രതി
മാർപ്പാപ്പയുമായിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റിനായിട്ട് മാർപ്പാപ്പയുടെ സെക്രട്ടറിക്ക് ഈ അച്ഛൻ മാത്യു അച്ഛൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം വത്തിക്കാന് വളരെയധികം സ്വാധീനമുള്ളൊരു വൈദികനാണ് അദ്ദേഹം. തുടർന്ന് ആ ഒരു ഫാദർ മാത്യു വട്ടമറ്റം നൽകിയ ആ ഒരു റെക്കമെൻഡേഷൻ്റെ മാത്രം ഒരു അടിസ്ഥാനത്തിൽ കരിയിൽ പിതാവിനും നരികുളച്ചനും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നു അല്ലേ. തുടർന്ന് അവർ മാർപ്പാപ്പയെ കാണുന്നു. ഈ മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ചില പ്രധാന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു കൂടിക്കാഴ്ചയിൽ കരിയിൽ പിതാവ് സംസാരിക്കുന്നില്ല. കാരണം കരിയിൽ പിതാവിന് ഭാഷാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഭാഷാപരമായുള്ള പ്രശ്നങ്ങളുള്ള കാരണം കരിയിൽ പിതാവ് സംസാരിക്കുന്നില്ല. മാർപ്പാപ്പയുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തിയിരുന്നത് നരികുളം അച്ഛനാണ്. അപ്പോൾ ഈ നരികുളം അച്ഛൻ ഒരു കാര്യം പറയുന്നു, എറണാകുളത്ത് ഇത് നടപ്പാക്കിയാൽ വലിയ പ്രശ്നമുണ്ടാകും, എക്സ്പ്ലോസീവ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ മാർപ്പാപ്പ ഈ അൾത്താരാഭിമുഖ കുർബാന എന്ന് നരികുളം അച്ഛൻ പറഞ്ഞപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ മാർപ്പാപ്പ മനസ്സിലായത് അൾമുറോ എന്ന് വെച്ചാൽ അൾത്താരാഭിമുഖം എന്ന് വെച്ചാൽ ചുമരിനെ നോക്കി കുർബാന ചൊല്ലലാണോ എന്നൊരു കാര്യമാണ് മാർപ്പാപ്പ ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് പിന്നീട് നരികുളം അച്ഛൻ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്ത്, അതായത് മാർപ്പാപ്പയുടെ ഗസ്റ്റർ കണ്ട് അതെ അദ്ദേഹം അൾത്താരാഭിമുഖ കുർബാനയ്ക്കെതിരും ജനാഭിമുഖ കുർബാനയെയാണ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു അത്തരമൊരു പ്രചാരണമാണ് പിന്നീട് വന്നത്. അപ്പോൾ മാർപ്പാപ്പ ഈ എറണാകുളം രീതിയെ സപ്പോർട്ട് ചെയ്യുന്നു. മാർപ്പാപ്പ അംഗീകരിക്കുന്ന കുർബാനയ്ക്ക് വിരുദ്ധമായി സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പും ഒപ്പം തന്നെ സിനഡും തീരുമാനമെടുത്തു എന്ന രീതിയിലാണ് പിന്നീട് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. അതായത് മാർപ്പാപ്പയുടെ ബോഡി ലാംഗ്വേജ് നരികുളച്ചൻ തന്നെയല്ലേ ആ കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറഞ്ഞത്. അതെ. കാരണം ആ ഒരു ഓഡിയൻസിൽ കൃത്യമായ രണ്ടുപേരും ഉണ്ടായിരുന്നത് കരിയിൽ പിതാവും നരികുളച്ചനും. നരികുളച്ചനാണ് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ പിന്നെ മറ്റൊരു ഒരു കാര്യം കൂടിയുണ്ട്. മാർപ്പാപ്പയ്ക്ക് ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലായില്ല. തുടർന്ന് ഇവരെ ഓറിയന്റൽ കോൺഗ്രിഗേഷനിലേക്ക് റെഫർ ചെയ്യുന്നു. തുടർന്ന് നവംബർ മാസം 26-ാം തീയതി ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ നിന്ന് ഒരു ലെറ്റർ കരിയിൽ പിതാവിന് ലഭിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ഡിസ്പെൻസേഷനുമായി ബന്ധപ്പെട്ട് കാനോണിക നിയമം, അതായത് 1538 കാനോന പ്രകാരം ആ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ ലെറ്ററിൽ ഇപ്രകാരമാണ് പറയുന്നത്. 1538 കാനോന പ്രകാരമുള്ള ഒരു നിയമം അത് എടുത്തു മാറ്റിയിട്ടില്ല. ഒപ്പം ഈ ഒരു കുർബാന, ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുമ്പോൾ വളരെ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അങ്ങയുടെ ഒരു അജപാലനപരമായ ഒരു വിവേകം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാനോന പ്രകാരം അവിടെ ഡിസ്പെൻസേഷൻ നൽകാവുന്നതാണ് എന്നൊരു സർക്കുലർ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ നിന്നും ലഭിക്കുന്നത്. ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ലഭിച്ച ആ കത്തിൽ വളരെ വ്യക്തമാണ്. അതായത് ഈ എക്സ്പ്ലോസീവായി അല്ലെങ്കിൽ വളരെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടവകളിൽ മാത്രം ഡിസ്പെൻസേഷൻ, അല്ലാതെ ഒരു മൊത്തത്തിൽ എറണാകുളം അതിരൂപതയ്ക്ക് മൊത്തത്തിലുള്ള ഒരു ഡിസ്പെൻസേഷൻ അല്ല, മറിച്ച് ഇത്ര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു പ്രദേശങ്ങളിൽ മാത്രം അല്ലേ. അതെ, ആ പ്രദേശങ്ങളിൽ, അതായത് അത്തരം ഇടങ്ങളിൽ ഒരു ഡിസ്പെൻസേഷൻ കൊടുക്കുക എന്നൊരു കാര്യം. നമ്മൾ കാനോന 1538 പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനഡ് പൊതുവായി എടുത്തൊരു തീരുമാനത്തിന് വിരുദ്ധമായി മറ്റൊരു തീരുമാനം അനന്തമായി എടുക്കുകയല്ല, മറിച്ച് താൽക്കാലികമായിട്ട് സ്പെസിഫിക് ഫോർ പീരീഡ് ഓഫ് ടൈം അതിരൂപത മുഴുവനായി അല്ലെങ്കിൽ ഒരു രൂപത മുഴുവനായിട്ട് അത്തരത്തിലൊരു ഡിസ്പെൻസേഷൻ കൊടുക്കാൻ അനുവാദമില്ല ആ ഒരു കാനോന പ്രകാരം. അപ്പോൾ അന്നത്തെ ഓറിയന്റൽ കോൺഗ്രിഗേഷനിലെ ആ ഒരു ലെറ്ററിൽ കൃത്യമായി ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി തങ്ങളുടെ ഒരു കൂടിക്കാഴ്ച നടന്നു. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഓറിയന്റൽ കോൺഗ്രിഗേഷനെ കാണുന്നു. തുടർന്ന് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ നവംബർ 26-ാം തീയതി ഈ കാനോനെ ബേസ് ചെയ്ത്, ഈ കാനോനെ റെഫർ ചെയ്ത്, ഈ കാനോനെ ഇപ്പോഴും നിലവിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ ഒരു മാർപ്പാപ്പയുടെ ഈ ഒരു ഗസ്റ്ററിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ സംഭവവികാസവും അതിനുശേഷം ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ ഈ ഒരു ലെറ്ററും കിട്ടിയതുകൂടി ഏകദേശം ജനാഭിമുഖ കുർബാനയ്ക്കാണ് വത്തിക്കാൻ്റെ ഒരു സപ്പോർട്ട്, അതിനുള്ള എല്ലാ വിധത്തിലുള്ള അധികാരവും ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് ആ രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായി. അത് കൃത്യമായിട്ട് തന്നെ ഉണ്ടായത്. രണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ അവിടെ ഉണ്ടായത്. ഒന്ന്, മാർപ്പാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പയുടെ ബോഡി ലാംഗ്വേജിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് ഏകീകൃത കുർബാനയ്ക്കെതിരാണ് എന്ന രീതിയിലുള്ള ഒരു കാര്യം. പിന്നീട് ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ നൽകിയ ഒരു ലെറ്ററിനെ ദുർവിനിയോഗം ചെയ്തു. ഈ ഒരു സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ നൽകിയ ഈ ഒരു സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 26-ാം തീയതി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ ഒരു ഡിസ്പെൻസേഷൻ ലെറ്റർ പുറപ്പെടുവിക്കുന്നു. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മുഴുവനായി ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം പറയുന്നില്ല, ഈ കാനോന പ്രകാരം ഞാൻ ഡിസ്പെൻസേഷൻ നൽകുന്നു. നവംബർ 28-ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കേണ്ട കാര്യമില്ല എന്നൊരു കാര്യം
പറഞ്ഞുകൊണ്ട്. അത് നമുക്കറിയാം നവംബർ 26 രാവിലെ വലിയ രീതിയിൽ അത് സർക്കുലേറ്റ് ചെയ്തു. തുടർന്ന് നമുക്കറിയാം ഈ എറണാകുളം മാത്രമല്ല തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും പാലക്കാടും ഒക്കെ ഇത്തരത്തിൽ ഈ ഏകീകൃത കുർബാനയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വൈദികരുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പെൻസേഷൻ പുറത്തു വന്നതോടുകൂടി ആ രൂപതകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂരായിക്കോട്ടെ, ഇരിങ്ങാലക്കുട ആയിക്കോട്ടെ, മറ്റു പല രൂപതകളിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. തുടർന്ന് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷനും ഇതുമായി ബന്ധപ്പെട്ടൊരു ഡിസ്പെൻസേഷൻ നൽകുന്നുണ്ട്. പക്ഷേ മറ്റു പല രൂപതകളിലും വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആന്റണി കരിയൽ പിതാവ് ഈ ഒരു ഡിസ്പെൻസേഷൻ ലെറ്റർ പുറപ്പെടുവിക്കുക മാത്രമല്ല ഉണ്ടായത്. അദ്ദേഹത്തിന്റെ രൂപതയിൽ ഈ സിനഡ് തീരുമാനപ്രകാരം ഏകീകൃത കുർബാന അർപ്പിച്ച ഫാദർ സെലസ്റ്റിൻ എന്നൊരു വൈദികനുണ്ട്. ആ വൈദികൻ ഏകീകൃത കുർബാന അർപ്പിച്ചതിന്റെ പേരിൽ ആന്റണി കരിയൽ പിതാവ് അദ്ദേഹത്തിനൊരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ പാടില്ല, ഇവിടെ ജനാഭിമുഖ കുർബാന മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഈ സെലസ്റ്റിൻ അച്ഛനും ഒരു ലെറ്റർ കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വത്തിക്കാന്റെ അല്ലെങ്കിൽ സഭയുടെ മൊത്തമായ തീരുമാനത്തിന് എതിരായുള്ളൊരു ഒട്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമല്ലേ അത്? അതെ, തീർച്ചയായും ഒരിക്കലും ചെയ്യാം. അദ്ദേഹം ഡിസ്പെൻസേഷൻ കൊടുത്തു. പക്ഷേ ഈ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികനെ തടഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ തീരുമാനത്തിനെതിരെ സിനഡിന്റെ തീരുമാനത്തിന് ശക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. ഡിസ്പെൻസേഷൻ കൊടുക്കുക മാത്രമല്ല, മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ സിനഡിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്ന വൈദികർക്കെതിരെ ഒരു നടപടി എടുക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു സർക്കുലർ വന്നതോടുകൂടി കൃത്യമായി തന്നെ ഓറിയന്റൽ കോൺഗ്രിഗേഷന് മനസ്സിലാകുന്നു അവരുടെ ആ ഒരു സർക്കുലറിനെ ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആന്റണി കരിയൽ പിതാവ് ഈ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് അനന്തമായ ഡിസ്പെൻസേഷൻ നൽകിക്കൊണ്ടുള്ള സർക്കുലർ. ഫാദർ ആന്റണി നരിക്കുളം എന്തൊക്കെ പറഞ്ഞാലും, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന അംഗീകരിക്കുന്ന വൈദികർ എന്തൊക്കെ പറഞ്ഞാലും, ആ ഒരു വിഷയത്തിൽ വത്തിക്കാന്റെ ക്ലിയർ സ്റ്റാൻഡ് എന്താന്നുള്ളത് ദിവസങ്ങളിൽ ഇപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കരിയൽ പിതാവിനെ തിരുത്താനുള്ള അവസരങ്ങളാണ് അവർ നൽകിക്കൊണ്ടിരുന്നത്. അതായത് കരിയൽ പിതാവ് ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. അവർക്ക് അവരുടേതായ കുറേ താല്പര്യങ്ങളുണ്ട്, കുറേ അധികാര കേന്ദ്രങ്ങളുണ്ട്. അതൊന്നും വിടാൻ അവർ തയ്യാറാകുന്നില്ല. സിനഡ് കരിയൽ പിതാവിനെ ഭീഷണിപ്പെടുത്തി എന്നൊരു കാര്യം. പക്ഷെ സത്യത്തിൽ സിനഡ് ഭീഷണിപ്പെടുത്തുകയല്ല ഉണ്ടായത്. പൂർണ്ണമായിട്ടും വ്യക്തമാണ്. ഏറ്റവും ഒടുവിലത്തെ തീരുമാനങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന്. ആരാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊരു കാര്യമാണ്. കാരണം സിനഡ് ഏതൊക്കെ ഒരു ഒഫീഷ്യൽ മാർഗത്തിലൂടെ കൃത്യമായി തന്നെ ഒരു ഡയറക്ഷൻ കൊടുത്താലും അതിനെ എപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ചില വൈദികരുടെ, എറണാകുളത്തെ ചില വൈദികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്.